ഈ വർഷം ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് റിലീസിനെത്തി. വലിയ ഹൈപ്പ് ചിത്രങ്ങൾ, അല്ലെങ്കിൽ ലോ ഹൈപ്പ് ചിത്രങ്ങൾ, അല്ലെങ്കിൽ സാധാരണയായിട്ട് റിലീസിലെത്തിയ ചിത്രങ്ങൾ, ചില ചിത്രങ്ങളൊക്കെ വലിയ ഹൈപ്പിലെത്തിയ ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു പോവുകയും ചില ലോ ഹൈപ്പ് ചിത്രങ്ങളൊക്കെ സർപ്രൈസ് ഹിറ്റ് അടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ വർഷം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ സാധിച്ചുള്ള ആദ്യ 10 ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ്. ഈ ഒരു ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് ബേസിൽ ജോസഫ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിലെത്തിയുള്ള മരണമാസം എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ ലോ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ചിത്രമായിരുന്നു. ബേസിൽ ജോസഫ് എന്ന ആ ഒരു ആക്ടറിന്റെ ആയാലും ഒരു ഗ്യാരണ്ടിയിലായിരുന്നു പലരും ഈ ഒരു ചിത്രം കാണാൻ പോയിട്ടുള്ളത്. ഈ ഒരു ചിത്രം അങ്ങനെ എല്ലാവരും വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയില്ല. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 20 കോടി രൂപയോളമായിരുന്നു ചിത്രം ഫൈനൽ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ബേസിന്റെ കീഴിലുള്ള അടുത്തൊരു മികച്ച വിജയവും അന്ന് വലിയൊരു ക്ലാഷ് റിലീസിന്റെ ഇടയ്ക്കും ബേസിൽ ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ളത് മമ്മൂക്ക നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം റിലീസിനെത്തുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്കയുടെ ചിത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഗ്യാരണ്ടി ഉള്ള ടൈമായിരുന്നു. കാരണം എല്ലാ സിനിമകൾ റിലീസിനെത്തുമ്പോഴും എല്ലാം ഹിറ്റ് അടിച്ചുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. കൂടാതെ ഗൗതം വാസുദേവ മേനോനൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ചിത്രത്തിന് അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്തായാലും മിക്സ്ഡ് റെസ്പോൺസ് ഒക്കെ ആയിരുന്നു നേടാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് നല്ലൊരു ബഡ്ജറ്റ് ആവശ്യമായി വന്നുകൊണ്ട് തന്നെ വലിയൊരു വിജയമൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. ഏകദേശം 20 കോടി 15 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനായി നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ളത് ദിലീപ് ഏട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രമാണ്. ദിലീപ് ഏട്ടന്റെ ഒരു കിടിലൻ കംബാക്ക് പ്രതീക്ഷിച്ച ഒരു ടൈമിലായിരുന്നു ഈ ഒരു ചിത്രം റിലീസിനെത്തിയിട്ടുള്ളത്. കാരണം ദിലീപ് ഏട്ടന്റെ കണ്ടിന്യൂസ് ആയിട്ട് പല ചിത്രങ്ങളും തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിലൂടെ ഒരു കിടിലൻ കംബാക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ചിത്രത്തിലൂടെ കിട്ടി. ഏകദേശം ഈ ഒരു ചിത്രം ഫൈനൽ കളക്ഷന് 24 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ഗ്രോസ് കളക്ഷൻ ആയാലും നേടിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രമായാലും തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ളത് ഒരു മമ്മൂക്ക ചിത്രത്തിന്റെയാണ്. ബസുങ്ക എന്നാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത്. ഈ ഒരു ചിത്രവും റിലീസിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഹൈപ്പ് ഒരു ഗെയിം ത്രില്ലർ ചിത്രമായിരുന്നു ഇത്. കൂടാതെ തന്നെ ഇതൊരു ഈ ചിത്രത്തിൽ ഗൗതം വാസുദേവ മേനോൻ ഉണ്ട്. കൂടാതെ ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം. അങ്ങനെ പല രീതിയിൽ കാരണം മമ്മൂക്കയുടെ ആ ഒരു ടൈമിൽ ഇത് അനൗൺസ് ചെയ്ത ടൈമിലായിരുന്നു വലിയ വലിയ ചിത്രങ്ങളൊക്കെ സക്സസ് ആയി നിന്നൊരു ടൈം. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം വലിയൊരു ഹിറ്റ് ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സിലെ കുറച്ച് ഏകദേശം ഒരു 30 മിനിറ്റ് ഒക്കെയാണ് വലിയ രീതിയിൽ ഹൈ മൂവ്മെന്റ് ഈ ഒരു ചിത്രത്തിന് കൊടുത്തത്. അതുവരെയൊക്കെ ചിത്രം കുറച്ച് സ്ലോ മോഡിലൊക്കെ പോയതുകൊണ്ട് ഈ ഒരു ചിത്രം നല്ലൊരു ബഡ്ജറ്റ് ആവശ്യമായി വന്നുകൊണ്ടും ഈ ഒരു ചിത്രത്തിന് വലിയൊരു വിജയമൊന്നും നേടാൻ സാധിച്ചില്ല. ഈ ഒരു ചിത്രം ഫൈനൽ കളക്ഷനെ ഏകദേശം 25 കോടി രൂപയോളമായിരുന്നു കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത് ഒരു ടൊവിനോ ചിത്രമാണ്. ചിത്രത്തിന്റെ പേരായി വരുന്നത് നരിവേട്ട എന്നാണ്. ഈ ഒരു ചിത്രവും അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. കാരണം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ഈ ഒരു ചിത്രവും അത്യാവശ്യം നല്ലൊരു വിജയം തന്നെ തിയേറ്ററിൽ തന്നെ സ്വന്തമാക്കി. ഏകദേശം 26 കോടി രൂപയ്ക്ക് അടുത്തോളമായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഗ്രോസ് കളക്ഷനായി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് ഒരു ചാക്കോച്ചൻ ചിത്രമാണ്. പുള്ളിയുടെ ഒരു കംബാക്ക് വേണ്ട ഒരു ടൈം ആയിരുന്നു. കാരണം വലിയൊരു സക്സസ് മോഡ് നിൽക്കുന്ന ഒരു ടൈം അല്ലാത്തതുകൊണ്ടൊക്കെ തന്നെ ഒരു കിടിലം കംബാക്ക് പ്രതീക്ഷിച്ച ടൈമിലായിരുന്നു ഒരു പോലീസ് വേഷമുള്ള ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തി. ഏകദേശം 54 കോടി രൂപയോളം കളക്ട് ചെയ്ത് ചാക്കോന്റെ കരിയറിൽ അതിന് ആദ്യത്തെ 50 കോടി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളൂ ഈ വർഷം തന്നെ ആദ്യമായിട്ട് വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ആസിഫ് അലി പോലീസ് വേഷത്തിൽ എത്തുന്നുള്ള ഒരു ഹൈപ്പും കൂടാതെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണെന്നുള്ള മറ്റൊരു ഹൈപ്പിലൊക്കെ തിയേറ്ററിലേക്ക് റിലീസ് എത്തി. ഫസ്റ്റ് ടൈം പോലെ വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേടാൻ സാധിച്ച് ഏകദേശം 57 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസിഫ് അലിയുടെ ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ രണ്ടാമത്തെ 50 കോടി ക്ലബിൽ കയറിയ ചിത്രം എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത് നെസ്ലിന്റെ ചിത്രമാണ്. അന്ന് വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ അന്നത്തെ വിഷു വിന്നറായി മാർക്കുള്ളതും ഈ ഒരു ചിത്രം തന്നെയായിരുന്നു. ചിത്രത്തിന്റെ പേരായി വരുന്നത് ആലപ്പുഴ ജിങ്കാന എന്നായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനമാണ് തല്ലുമാല എന്ന ചിത്രത്തിന് ശേഷമായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ നെസ്ലിനായാലും വലിയൊരു ഹൈപ്പിൽ നിന്നതെന്ന് പറഞ്ഞാൽ പ്രേമലു ചിത്രത്തിന് ശേഷം ചെയ്യുന്ന ഒരു ചിത്രം. കൂടാതെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് ആണ്. ബോക്സിംഗിന് വരുന്ന ഒരു കീഴിലും ചിത്രം ആയതുകൊണ്ടൊക്കെ തന്നെ ഒരു എന്റർടൈനർ ആയതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പിന് ഏകദേശം ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റെസ്പോൺസ് ആണ് തിയേറ്ററിൽ തന്നെ നേടാൻ സാധിച്ച് ചിത്രം ഏകദേശം 64 കോടി രൂപയോളം കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രമായാലും നെസിന്റെ ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലീഡ് റോളിൽ വന്ന ചിത്രങ്ങളിൽ രണ്ടാമത് 50 കോടി ക്ലബിൽ കയറി വന്ന ചിത്രം എന്ന റെക്കോർഡൊക്കെ ഈ ഒരു ചിത്രമായാലും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് ലാലേട്ടന്റെ തുടരും എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രമായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ചിത്രങ്ങൾ. ഏറ്റവും വലിയ ലോ ഹൈപ്പിൽ ലാലേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ലോ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ഒരു ചിത്രം ഇതായിരുന്നു. ഈ ഒരു ചിത്രം ഫൈനൽ കളക്ഷനെ ഏകദേശം 50 കോടി രൂപ ക്രോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതുപോലും ക്രോസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിക്കുമോ എന്നൊക്കെ പലവരും തന്നെ ഡൗട്ട് വെച്ചൊരു സമയമായിരുന്നു. കാരണം ആ സമയത്ത് ലാലേട്ടന്റെ കണ്ടിന്യൂസ് പരാജയ ചിത്രങ്ങൾ വന്നൊരു ടൈമായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഫസ്റ്റ് ടൈം പോലെ നേടിയെടുക്കാൻ സാധിച്ചുള്ള ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കൊണ്ട് തന്നെ ഈ ഒരു ചിത്രം വേലുമായിട്ട് 233 കോടി രൂപയായിരുന്നു ക്രോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിത്രം ലാലിന്റെ കരിയറിൽ തന്നെ രണ്ടാമത്തെ 200 കോടി ക്ലബ്ബ് നേടിയ ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിൽ മാത്രം ആദ്യത്തെ 100
കോടി കളക്ട് ചെയ്ത ചിത്രം എന്ന റെക്കോർഡും ഈ ഒരു ചിത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ളതും ലാലേട്ടൻ ചിത്രം തന്നെയാണ്. എമ്പുരാൻ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം ഏറ്റവും വലിയൊരു പാനിന്റെ റിലീസും പാനിന്റെ റീച്ചിലായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ആയിട്ട് പോലും ഈ ഒരു ചിത്രം ഫൈനൽ കളക്ഷൻ ഏകദേശം കളക്ട് ചെയ്തിട്ടുള്ളത് 266 കോടി രൂപയായിരുന്നു. ഈ ഒരു ചിത്രമായിരുന്നു അത്യാവശ്യം വലിയൊരു വിജയമൊക്കെ ലാലേട്ടന്റെ കരിയറിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചിത്രങ്ങളൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് റിലീസിനെത്തി വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഗ്രോസറി നേടിയിട്ടുള്ള ആദ്യ 10 ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.